ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിലൂടെ ഒമ്രോണിൻ്റെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ BP എടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ടുള്ള ഒരു BP റീഡിങ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് നമുക്ക് ചിലപ്പം നമുക്കറിയാമെങ്കിൽ പോലും ചിലപ്പോൾ അത് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ് നടുക്ക് തന്നെ വരണം. അപ്പോൾ ഇപ്പുറത്തെ ഒരു ആർട്ടറിയുടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അത് ഈ നമ്മുടെ അകത്തെ ഇത് ചെറുവിരലിൻ്റെ അവിടെ തന്നെ ഇരിക്കണം കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കെട്ടുന്ന ട്യൂബ് ഉണ്ടല്ലോ, അത് നമ്മുടെ കൈയുടെ നടുവിലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇത് കഫ് കെട്ടുമ്പോഴത്തേക്കും ഒത്തിരി ടൈറ്റായിട്ടോ ഒത്തിരി ലൂസായിട്ടോ കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വിരൽ ഇട്ട് നോക്കുമ്പോഴത്തേക്കും അത്ര ലൂസ് വേണം. അപ്പോൾ ഇങ്ങനെയാണ് കെട്ടേണ്ടത്. പിന്നെ നമ്മുടെ കൈമുട്ടിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ വേണം കഫ് കെട്ടാനായിട്ട് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞു, നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കി, അത് ബട്ടണുണ്ട്, അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ BP കിട്ടുന്നതായിരിക്കും. പിന്നെ BP എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ BPക്കുള്ള ഹൈപ്പർ ടെൻഷനുള്ള മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡെയിലി അതൊരു ഫിക്സ്ഡ് ടൈമിൽ തന്നെ നിങ്ങൾ നോക്കുക. ഓക്കെ, BP ചെക്ക് ചെയ്യുന്നത് നോക്കണം. ഓക്കെ, ഇപ്പം 7 മണിക്ക്, രാവിലെ 7 മണിക്കാണെങ്കിൽ ഡെയിലി 7 മണിക്ക് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, അതിന് മുമ്പ് തന്നെ നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കണം. പുറകിൽ ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയറിൽ റിലാക്സ് ആയിട്ട് ബാക്ക് സപ്പോർട്ടോടു കൂടി നിങ്ങൾ ചെയറിൽ ഇരിക്കുക. പിന്നെ BP ചെക്ക് ഇരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ചെയർ നിങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചായിരിക്കുമല്ലോ ഇത് BP അപ്പാരറ്റസ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാർട്ടിൻ്റെ ലെവലിലുള്ള ഒരു ടേബിൾ ആയിരിക്കണം. അപ്പോൾ BP അപ്പാരറ്റസ് ആ ലെവലിൽ തന്നെ ഉള്ളതായിരിക്കണം. അല്ലാതെ കുറച്ച് മുകളിലോട്ടോ കുറച്ച് താഴോട്ടോ ഉള്ള ടേബിളിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും BP ചെക്ക് ചെയ്യല്. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും കംഫർട്ടബിളായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ആ ലെവലിലുള്ള ഒരു ടേബിളെ വേണം നിങ്ങൾ BP അപ്പാരറ്റസ് വയ്ക്കുന്നതിന്. ഓക്കെ, അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആരാംസെ ബാക്ക് സപ്പോർട്ട് കൂടി ഇരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാലുകളൊക്കെ നല്ലപോലെ തറയിൽ നല്ലപോലെ സ്പർശിച്ചുകൊണ്ട് നല്ല കംഫർട്ടബിളാക്കി ഇരിക്കണം. പിന്നെ BP എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് BP എടുക്കാൻ. ഒരു 15-20 മിനിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ വാക്കിങ്ങിനോ എക്സസൈസോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം BP നോക്കണം. പിന്നെ നിങ്ങൾ BP നോക്കുന്നതിന് മുമ്പ് വെള്ളമോ ജ്യൂസോ ഒന്നും കുടിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ കുടിക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് BP ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത്, ഇപ്പോൾ പുറത്തൊക്കെ കൂടുതൽ ചൂടാണെങ്കിൽ അതങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. റൂം ടെമ്പറേച്ചർ, നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ വേണം ഇതിന് BP ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കയ്യിൽ നമ്മളിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇറർ കാണിക്കുകയാണെങ്കിൽ വീണ്ടും അത് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മറ്റേ കയ്യിൽ ആ കയ്യിൽ തന്നെ ചെയ്യേണ്ട. പിന്നെ മറ്റേ കയ്യിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഫുൾ സ്ലീവുള്ള സെറ്ററോ അങ്ങനെ ഡ്രസ്സോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് ഊരിയിട്ട് മാറ്റിയിട്ട് നിങ്ങൾ BP ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ഒരു ആക്യുറേറ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ, ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഡിജിറ്റൽ BP അപ്പാരറ്റസ് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് BP ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോ ഹെൽത്ത് ടിപ്സൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഡിവൈസൊക്കെ എങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നോരായിട്ട് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.